എ റോഡ് ടു ഹിസ്റ്ററി ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് സബ് ഹെഡിങ് സീക്ക് ആൻഡ് ഫൈൻഡ്, അന്വേഷിക്കൂ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ ആർ ദി റിമൈൻസ് റിലേറ്റഡ് ടു ദി ഫ്യൂണറൽ പ്രാക്ടീസസ് ഇൻ ആൻഷ്യൻ്റ് കേരള. ഫൈൻഡ് ഔട്ട് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം ഡൺ ഇൻ ദി കോളംസ് പ്രൊവൈഡഡ്. നമുക്കറിയാം ഏർലി ഹ്യൂമൻ ലൈഫിൽ, അതായത് പ്രാചീന കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 3 ചിത്രങ്ങൾ തന്നുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ പേരുകൾ കണ്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പ്രവർത്തനം തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ ഈസ് സ്റ്റോൺ അംബ്രല്ല, അതായത് കുടക്കൽ എന്ന് പറയും. സെക്കൻഡ് വൺ റോക്ക് ചാമ്പർ, മുനിയറ. തേർഡ് വൺ അൺബറിയാൾ, നന്നങ്ങാടി. ഓക്കെ, ഈ 3 ചിത്രങ്ങളെയും പരിചയപ്പെടുത്തുകയാണെങ്കിൽ ആൻഷ്യൻ്റ് ഹ്യൂമൻ ലൈഫിൽ, അതായത് പ്രാചീന കാലഘട്ടത്ത് മരിച്ചു കഴിഞ്ഞാൽ ശവമടക്കിയതിൻ്റെ മുകളിലായിട്ട് നാട്ടിവെക്കുന്ന 2 കാര്യങ്ങളാണ് അവിടെ. ഒന്നാമതായിട്ട് സ്റ്റോൺ അംബ്രല്ല എന്ന് പറഞ്ഞത്, കുടക്കൽ എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ റോക്ക് ചാമ്പർ, മുനിയറ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഫിഗറും ഇതിനെ ഉപയോഗിക്കുന്ന ചിത്രങ്ങളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്ന് നമുക്ക് കാണപ്പെടുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, മറമാടി കഴിഞ്ഞാൽ നാട്ടുകല്ലുകൾ 2 സൈഡിലായിട്ട് വെക്കാറുണ്ട്. അതിന് ബദലായിട്ടാണ് ഈ ഒരു രീതി ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് അൺബറിയാൾ, അതായത് നന്നങ്ങാടി എന്ന് പറഞ്ഞു. നന്നങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ചതായിട്ടുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, മറ്റുള്ള എല്ലാ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ നന്നങ്ങാടിയിലിട്ടുകൊണ്ട് ശവത്തിനോടൊപ്പം തന്നെ അടക്കം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഈ 3 ചിത്രങ്ങളെക്കുറിച്ചും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് സബ് ഹെഡിങ് ഹിസ്റ്ററി മ്യൂസിയം ഇൻ സ്കൂൾ, വിദ്യാലയത്തിൽ ചരിത്ര മ്യൂസിയം. Collect the object of historical importance from your home and locality and set up history museum in your school. Things to be collected are. ഇവിടെ നമ്മുടെ വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം വസ്തുക്കളാണ് ശേഖരിക്കുന്നത് എന്നതാണ് ഇവിടെ കണ്ടെത്താൻ വേണ്ടി പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്നും പ്രദേശത്തു നിന്നും കിട്ടാൻ സാധ്യതയുള്ള ചരിത്ര ശേഷിപ്പുകൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാം എന്നാണ് പറയുന്നത്. എന്തെല്ലാം വസ്തുക്കളാണ് നമ്മൾ ശേഖരിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ കോയിൻസ്, അതായത് നാണയങ്ങൾ. സെക്കൻഡ് പാം ലീവ്സ്, താളിയോലകൾ. തേർഡ് വൺ ആൻഡ് ലാംപ്സ്, പഴയ കാല വിളക്കുകൾ. നെക്സ്റ്റ് ഓൾഡ് യൂട്ടൻസിൽസിൽ, പഴയകാല പാത്രങ്ങൾ. ഓൾഡ് ടൂൾസ്, പഴയകാല വീട്ടുപകരണങ്ങൾ. ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ്, കാർഷികോപകരണങ്ങൾ. ഇനി അടുത്ത് നിങ്ങളടുത്ത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ പോയിൻറ്റ്സ് നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഓൾഡ് വെപ്പൺസ്, പഴയകാല ആയുധങ്ങൾ. ഓൾഡ് ഓർണമെൻറ്റ്സ്, പഴയകാല ആഭരണങ്ങൾ. ഓൾഡ് പിക്ചേഴ്സ്, പഴയകാല ചിത്രങ്ങൾ. ഇത്രയും ഒബ്ജക്ട്സുകളാണ് നമ്മുടെ മ്യൂസിയത്തിലേക്ക് വേണ്ടി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവ കൂടാതെ നമുക്ക് ഇനിയും ഒത്തിരി വസ്തുക്കൾ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് ഇൻ സെർച്ച് ഓഫ് ഡാറ്റ, വിവരശേഖരണം നടത്താം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗമാണ്. കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൻ്റെ കറക്റ്റ് നെയിം നിങ്ങളടുത്ത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കാം. എന്തെല്ലാമാണ് ഓരോ വസ്തുക്കളുടെയും പേരുകൾ, ഏത് പേരിലാണ് അവ അറിയപ്പെടുന്നത് എന്നൊന്ന് ഒബ്സർവ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്ലഗ്. പ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലപ്പ എന്നാണ് അർത്ഥമാക്കുന്നത്. കലപ്പ എന്ന് പറയുന്നത് കൃഷി സംബന്ധമായിട്ടുള്ള ഒരു ടൂൾസാണ്. നിലം ഉഴുതുമറിക്കുന്നതിനാണ് കലപ്പ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ബീക്കർ, കിണ്ടി. നെക്സ്റ്റ് ഫാൻ, വിഷറി. അടുത്തത് വാട്ടർ വീൽ, ജലചക്രം. അവസാനമായി കിച്ചൺ ലാമ്പ്, അടുക്കള വിളക്ക്. ഓക്കെ, ഇത്രയും പിക്ചേഴ്സുകളാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി തന്നിട്ടുള്ളത്. നമുക്കറിയാം നമുക്ക് ചുറ്റും ധാരാളം ചരിത്ര ശേഷിപ്പുകളുണ്ട്. അവ വരും തലമുറകൾക്ക് കാണാനും പഠിക്കാനും അവസരമൊരുക്കണം. ചരിത്ര രചനയെ സഹായിക്കുന്ന ഇത്തരം സ്രോതസ്സുകൾ നിലനിന്ന കാലം തിരിച്ചറിഞ്ഞാൽ അവയെക്കുറിച്ചുള്ള പഠനം വളരെ കൗതുകമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് സബ് ഹെഡിങ് റെക്കണിംഗ് ടൈം, കാലം കണക്കാക്കാം. ഓക്കെ, വെൻ ഡിഡ് ഇന്ത്യ
attain independence? 1947, as you know. The formation of the state of Kerala was in 1956. How many years after independence was the state of Kerala formed? Answer is 9 years. Gandhiji led the Salt Satyagraha in 1930. How many years before the independence was the Salt Satyagraha organized? Answer is 17 years before. Okay. ഈ ഒരു ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം നമുക്കറിയാം 1947 അല്ലേ? കേരള സംസ്ഥാനം നിലവിൽ വന്നതോ 1956 ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ചെറിയൊരു കാൽക്കുലേഷൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. 1956 നിന്ന് 1947 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നതിന് 9 വർഷമെന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1930 ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര വർഷം മുമ്പാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടുത്തെ കാൽക്കുലേഷൻ പറയുന്നത് 1947 നിന്ന് 1930 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 17 എന്ന് ഉത്തരം കിട്ടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് 17 വർഷം മുമ്പാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഓക്കെ. ഇവിടെ നമ്മൾ കാലഗണന നടത്തുന്നതിനായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ് അടിസ്ഥാനമാക്കിയത്. ഹിയർ ക്രോണോളജി ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ ദി ഇയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഓക്കെ. എന്നാൽ ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയ കാലത്തെ AD എന്നും BC എന്നും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തു ജനിക്കുന്നതിന് ശേഷമുള്ള കാലം AD, അതായത് അന്നോ ഡോമിനി എന്നും, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC, ബിഫോർ ക്രിസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം CE, അതായത് കോമൺ എറ എന്നും, BCE, ബിഫോർ കോമൺ എറ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ കാണുന്ന ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുക. AD CE എന്നും BC BCE എന്നുമാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഇവിടെ BCA BCE എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഈ കാണുന്ന 2 ആരോ മാർക്കുകൾ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് AD ആണ് പറയുന്നത്. അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ അക്കങ്ങൾ ശ്രദ്ധിക്കുക. 1, 100, 200, 300, 400, 500. ഇവിടെ AD അങ്ങോട്ട് പോകും തോറും അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ BC ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറുമാണ് അതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ടുഡേ ദി ക്രിസ്ത്യൻ എറ ഈസ് ദി കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദി വേൾഡ്. The period in history is divided into AD and BC based on the birth of Jesus Christ. The time before and after the birth of Jesus Christ is known as BC, അതായത് before Christ, and AD Anno Domini respectively. Now they are also known as CE, Common Era, and BCE, before Common Era. Okay. ഇവിടെ അന്നോ ഡോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദി ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ നിന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ളതാണ്. ഹാവ് എ ഗ്ലാൻസ് അറ്റ് ദി കലണ്ടർ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് എറാസ് മെൻഷൻഡ് ഇൻ ദി കലണ്ടർ? റൈറ്റ് ദം ഡൺ. ഫസ്റ്റ് ക്രിസ്ത്യൻ എറ, അതായത് കലണ്ടർ നോക്കിക്കൊണ്ട് ഏതെല്ലാം വർഷക്രമങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങളടുത്ത് കണ്ടെത്താനാണ് പറയുന്നത്. ഓൾറെഡി അവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ക്രിസ്തു വർഷം, ക്രിസ്ത്യൻ എറ എന്ന് കണ്ടു അല്ലേ? ബാക്കിയുള്ള കാര്യം നമുക്ക് ഫില്ല് ചെയ്യാം. ഹിജറ വർഷം, അതായത് അറബി മാസം. നെക്സ്റ്റ് ശകവർഷം, അവസാനം കൊല്ലവർഷം. ഇവിടെ ശകവർഷം എന്ന് പറയുമ്പോൾ
ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടറാണ് ശകവർഷം അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത്. 1957 ഭാരത സർക്കാരിൻ്റെ കലണ്ടർ പരിഷ്കാര സമിതിയുടെ ശുപാർശയനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ സിവിൽ കലണ്ടറായിട്ട് ശകവർഷം അംഗീകരിക്കപ്പെട്ടു. അതിൻ്റെ ഓരോ മാസങ്ങളുടെ പേരുകളും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് തുടങ്ങിയിട്ടുള്ള മാസങ്ങളുടെ പേരുകളും അവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് സെഞ്ച്വറീസ്. നൂറ്റാണ്ട് കണക്കാക്കാം. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൽ. 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്നു മുതലാണ്? ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ളത് 1-ാം നൂറ്റാണ്ടാണ്. AD 1901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ടാണ് എന്ന് നമുക്ക് താഴെ കാണുന്ന ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡു യു നോ ഇൻ വിച്ച് സെഞ്ച്വറി യു ആർ ലിവിങ്? യെസ്, ഇൻ ദി 21st century. ഡു യു നോ വെൻ ഇറ്റ് ബിഗൻ? എ സെഞ്ച്വറി denotes 100 years. For example, AD 1 to AD 100 is the first century. Figure observe. AD 1901 to AD 2000 in the 20th century. See in the illustration below. 20th century, 1901 to 2000. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് സെഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വാട്ട് ഈസ് ദി സെഞ്ച്വറി? ആൻസർ ഈസ് എ സെഞ്ച്വറി ഡിനോട്ട് 100 years. അതായത് ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ് എന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. താഴെ പറയുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്തൂ. ഓക്കെ, ഒരു കോളത്തിൽ വർഷം കൊടുത്തിട്ടുണ്ട്, മറുകോളത്തിൽ അതിൻ്റെ നൂറ്റാണ്ട് കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദി സെഞ്ച്വറീസ് ടു വിച്ച് ദി ഫോളോയിങ് ഇയേഴ്സ് ഫാൾ. ഫസ്റ്റ് കോളം ഈസ് ഇയേഴ്സ് ആൻഡ് സെക്കൻഡ് കോളം സെഞ്ച്വറീസ്. ഈ ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാം. AD 2014 21th century. ഓക്കെ, AD 1947 20th സെഞ്ച്വറിയാണ്. അതുപോലെ AD 1757 19th century. 261 BC 3rd century BC. 326 BC 4th century BC. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. മുകളിൽ തന്നിരിക്കുന്ന ഫിഗർ ഒബ്സർവ് ചെയ്യുക. ഇവിടെ AD 2014 എന്ന് പറയുന്നത് മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഭാഗത്ത് ഇവിടെ 31/12/2000 മുതൽ അടുത്ത പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 2100. അതുവരെയാണ് 100 വർഷം. അപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു. അങ്ങനെയാണെങ്കിൽ 2014 21-ാം നൂറ്റാണ്ടിലാണ്. അതേ രൂപത്തിൽ 1947 എന്നത് 1901-ൻ്റെയും 2000-ൻ്റെയും ഇടയിലാണ്. അതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് AD 1857. അത് 1991-ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 19-ാം നൂറ്റാണ്ടിൽ പെടുന്നതാണ്. ഇനി 261 BC. അത് 3ാമത്തെ സെഞ്ച്വറി BC എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത് അല്ലേ? എങ്ങനെയാണ് അത് കിട്ടിയെന്ന് നോക്കാം. 1 മുതൽ 100 വരെ 1 സെഞ്ച്വറി BC. പിന്നെ 100 മുതൽ 200 വരെ 2ാമത്തെ സെഞ്ച്വറി. പിന്നെ 200 മുതൽ 300 വരെ 3ാമത്തെ സെഞ്ച്വറി. അങ്ങനെ ഇവിടെ ഉള്ളത് 261 ആണ്. അതുകൊണ്ട് അത് 3ാമത്തെ സെഞ്ച്വറിയിൽ പെടുന്നു. അടുത്ത നോക്കൂ നിങ്ങൾ, 326 BC. അപ്പോൾ 261 നമ്മൾ കണ്ടു 3ാമത്തെ നൂറ്റാണ്ടിൽ പെടുന്നതാണ്. അതുകൊണ്ട് 326 എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ള അക്കം, അതായത് 4 BC, 4ാം നൂറ്റാണ്ടിലാണ് പെടുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, സെഞ്ച്വറി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ക്രിക്കറ്റിൽ നമ്മൾ സെഞ്ച്വറി അടിച്ചു എന്ന് പറയാറുണ്ട് അല്ലേ? അതെന്താണ്? 100 റൺസ് എടുക്കുന്ന സമയമാണ് നമ്മൾ സെഞ്ച്വറി അടിച്ചെന്ന് പറയുന്നത്. അത് ഓർത്ത് നിന്നാൽ മതി, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് മറക്കത്തില്ല. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. ചുവടെ തന്നിട്ടുള്ളതിൽ നിന്ന് ചരിത്രകാലത്തെയും ചരിത്രാതീത കാലത്തെയും തരംതിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ നൽകിയിട്ടെന്ന് നോക്കാം. നാണയങ്ങൾ, ശിലായുധങ്ങൾ, പുസ്തകങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ,
ഗുഹാചിത്രങ്ങൾ, താളിയോലകൾ, സ്റ്റാമ്പുകൾ അല്ലേ. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻ ടു ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രീ ഹിസ്റ്റോറിക് സോഴ്സസ്: കോയിൻസ്, ബുക്സ്, കേവ് പെയിൻറ്റിങ്സ്, സ്റ്റാമ്പ്സ്, സ്റ്റോൺ വെപ്പൺസ്, ഏൻഷ്യൻറ്റ് എർത്തൺവെയർ ആൻഡ് പാം ലീവ്സ്. ഓക്കെ, പ്രവർത്തനം ചെയ്തു വരുന്ന സമയം നമുക്ക് നോക്കാം. നാണയങ്ങൾ ചരിത്രകാലത്തിൽ ഉള്ളതാണ്. ശിലായുധങ്ങൾ ചരിത്രാതീത കാലത്തിലുള്ളതാണ്. പുസ്തകം ചരിത്രകാലം, പുരാതന മൺപാത്രങ്ങൾ ചരിത്രാതീത കാലം, അതുപോലെ ഗുഹാചിത്രങ്ങൾ ചരിത്രാതീത കാലം, താളിയോലകൾ ചരിത്രാതീത കാലം, സ്റ്റാമ്പുകൾ ചരിത്രകാലം. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കുക. കോയിൻസ് ഹിസ്റ്റോറിക് പീരിയഡ്, ബുക്സ് ഹിസ്റ്റോറിക് പീരിയഡ്, കേവ് പെയിൻറ്റിംഗ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, സ്റ്റാമ്പ് ഹിസ്റ്റോറിക് പീരിയഡ്, സ്റ്റോൺ വെപ്പൺസ് പ്രീ ഹിസ്റ്റോറിക്കൽ പീരിയഡ്, ആൻഷ്യൻ എർത്തൺവെയർ പ്രീ ഹിസ്റ്റോറിക്കൽ പീരിയഡ്, ലാസ്റ്റ് വൺ പാം ലീവ്സ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.